അപ്പോൾ നവോത്ഥാനം ഇവിടെ കൊണ്ടുവന്നെത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പരപ്പ് കൊടുത്ത വായനശാലയിലൂടെ, വായനയിലൂടെ, മലയാളി പ്രബുദ്ധനായത് വായനയിലൂടെ. അതിൻ്റെ ഒരു പലപ്പോഴും പലരും മറന്നു പോകുന്ന ഒരു കാര്യം ഞാൻ പറയാറുണ്ട്. എൻ്റെ ആദ്യത്തെ കഥാപുസ്തകം പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണത്. അതിന് നന്ദി എപ്പോഴും വെച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, സാഹിത്യപ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം. കാര്യം കുഞ്ഞുമണിയും DC കൈകളിലും എല്ലാവരും കൂടെ ചേർന്ന് ബഷീറും കൂടെ ചേർന്ന് സൃഷ്ടിച്ച ആ പ്രസ്ഥാനം നവോത്ഥാനത്തിൻ്റെ നെടും തൂണുകളിലൊന്നായിരുന്നു. ഇത്രമാത്രം പുതിയ എഴുത്തിനെയും പുതിയ സാഹിത്യത്തിനെയും പ്രബലമാക്കുകയും ഇത്രമാത്രം വായനയെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് 20-25 കൊല്ലത്തോളം സാഹിത്യപ്രവർത്തക സംഘത്തിൻ്റെ സുവർണകാലത്ത് ഇത്രമാത്രം ഒരു സമൂഹത്തെ സ്വാധീനിച്ച മറ്റൊരു പ്രസാധന സംരംഭം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു. അതൊന്നും ഇന്ന് പറയാറില്ല. സഹകരണ സംഘത്തിന് തന്നെ അത് അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. അവരെന്തായിരുന്നു, ഏത് നിങ്ങൾക്ക് സുഹൃത്തുക്കൾ പോകുമ്പോഴാണ് കുട്ടികളുടെ വീട്ടിലൊരു വായനശാല എന്ന് പറഞ്ഞ് അവർക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കുട്ടികളുടെ വായനശാല എന്ന് പറഞ്ഞ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു തുക, ചെറിയ ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. ഒരു മാസം 10 രൂപയോ 5 രൂപയോ ഇതൊക്കെയായിരുന്നു. ചെറിയ അന്നത്തെ കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. ഈ തുകകൾ അടച്ചുകൊണ്ടേ എന്നാൽ ഒരു പ്രത്യേക സമയമാകുമ്പോൾ 6 മാസത്തിൽ ഇത്ര പുസ്തകം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടും. നിങ്ങളുടെ വീട്ടിലൊരു വായനശാല ഉണ്ടാക്കാനായിട്ട് ഈ തരത്തിലുള്ള വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ കൂടിയാണ് നമ്മൾ കഥ എഴുതുകാരും വിമർശകരും കവികളും ഒക്കെ കടന്നു പോകുന്നതും നമ്മൾ മലയാളികളായി നമ്മൾ വളർന്നത് എന്നുള്ളതാണ്. എനിക്ക് 10 പേര് ഇരിപ്പുണ്ട്. ഇത് ഒരുപക്ഷെ മറ്റൊരു സമൂഹത്തിൽ സാഹിത്യത്തിൽ സംസാരിക്കുന്ന ഒരു അത് കഥയോ പുതിയ സാഹിത്യ വിമർശനത്തിൽ സംസാരിക്കാൻ അത് കേൾക്കാനുള്ള താല്പര്യത്തോടുകൂടിയും പക്ഷെ ഒരു അതിശയമായ രീതിയിലാണ് ലോകത്തിലാവുക. ഞാൻ ഞങ്ങൾ എഴുതി വരുന്ന കാലത്ത് സാഹിത്യം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാര്യമല്ല. ഇത്രമാത്രമല്ല, അല്പം പോലും എന്ന് പറയുന്നത് ഞാൻ 64-ൽ എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് 1969-ലാണ് 69-ലോ 70-ലോ ആണ് ഞാൻ ആദ്യമായിട്ട് ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് മറ്റൊരിടത്തു നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ 10 കഥകളോ 12 കഥകളോ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് പുസ്തകമൊന്നും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അന്നൊരിക്കൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന കേരള ഡൈജസ്റ്റ് എന്ന് പറഞ്ഞത് ഈ പുസ്തകത്തിൻ്റെ മാത്രം ഒരുപോലൊരു മാസികയുണ്ടായിരുന്നു. അതിൽ ഒരു ലേഖനം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അത് ഇന്ന് എഴുതുന്ന കഥയെഴുത്തുകാരിൽ ചിലർ എന്ന പേരിൽ മുഖത്തിൻ്റെ കൊല്ലപ്പെട്ടവരുടെ പേരിലൂടെ എൻ്റെ പേരിൽ ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു എഴുത്തുകാരനാണ്, ഒരു കഥയെഴുത്തുകാരനാണ് എന്ന് തിരിച്ചറിയുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നൊരു മനസ്സിലാക്കി. ആ കാലം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ രീതി പറഞ്ഞതുപോലെ സാമൂഹിക മാധ്യമങ്ങളിൽ നമുക്ക് പ്രസിദ്ധീകരിക്കുകയും ഉടനടി തന്നെ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നതിനുള്ള സന്തോഷം എനിക്ക് മനസ്സിലാക്കാം. നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യക്ക് മുതിരാൻ തയ്യാറായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. ഞാൻ ഒരു കവിത എഴുതി ഫേസ്ബുക്കിൽ ഒരു കഥ പ്രസിദ്ധീകരിച്ചു, എനിക്ക് 3 ലൈക്കേ കിട്ടിയുള്ളൂ, ആത്മഹത്യ ചെയ്യുകയാണ് മെച്ചം എന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിലൊന്നും കുഴപ്പമൊന്നുമില്ല, ആത്മഹത്യ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള ഒരു മനഃശാസ്ത്രം ഒരു കണക്കിന് പറഞ്ഞാൽ
മൂന്നര കോടി മലയാളികളിൽ ഏതാണ്ട് 1 കോടിയോട് എഴുത്തുകാരല്ലേ ഏറ്റവും കൂടുതൽ 1 കോടി നമ്മൾ ഫേസ്ബുക്കിൽ ആകമാനമുള്ള ഇതൊരു നാണക്കേടല്ല, ഇതൊരു ശല്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വായിച്ചാൽ മതി. അവരെഴുതുന്നു, അവരെ പ്രസിദ്ധീകരിക്കുന്നവർ അവരുടേതായ ഒരു ചെറിയ ലോകം സൃഷ്ടിച്ച് അതിനുള്ളിൽ അവർക്ക് വലിയ ആത്മസംതൃപ്തി തോന്നുന്നു. സാഹിത്യം ഇന്ന് സോഷ്യൽ മീഡിയ ചെയ്തിരിക്കുന്നത് സാഹിത്യം മറ്റ് പ്രമാണിത്ത വിലങ്ങുകളെല്ലാം പൊട്ടിച്ച് വെറും സാധാരണക്കാരുടെ സാധാരണ സംവേദനമായിട്ട് മാറിയെന്നുള്ളതാണ്. കവിത സംസാരിക്കില്ല. കവിതയെ അത്യാവശ്യം നമ്മളിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു 5-6 ലൈനായിട്ടൊക്കെ മുറിച്ച് ഒക്കെ എഴുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കവിതയാക്കി അതൊരു കവിതയായി മാറുന്നു. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് തെറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം കാര്യത്തിൽ സാഹിത്യം ആരുടെയും കീഴിലോ ചരടിൻ്റെ കീഴിലോ ഒരു കലപ്പയുടെ കീഴിലോ ഇല്ലാത്ത ഒരു കാര്യമല്ല. ഇതിന് വിട്ടു കൊടുക്കണം. ഇഷ്ടമുള്ളതൊന്നും എഴുതുക. അതിനൊന്നും അത് അങ്ങനെ എഴുതി ശരിയായില്ല, ഇങ്ങനെ എഴുതിയാലേ വലിയ സാഹിത്യമാവും എന്നെല്ലാമുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 18 വയസ്സ് എഴുതിയ ആദ്യത്തെ കഥ എഴുതുമ്പോൾ എഴുതിയ കൃഷ്ണമായിട്ട് ഞങ്ങളിത് പ്രസിദ്ധീകരിക്കുകയാണ് എന്ന് പറഞ്ഞതല്ലാതെ എന്നോട് താൻ ഇങ്ങനെ എഴുതണം, താൻ മുറ്റക്കെട്ട് എഴുതണം, അടുത്ത കഥ കുറച്ചുകൂടി നന്നായിരിക്കും എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് സാഹിത്യത്തിൽ ഇത്തരം ഇതുപോലൊരു താരപരിവേഷം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഇന്ന് സാഹിത്യകാരന്മാർക്ക് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളായിട്ട് MT ഉണ്ടായിരുന്ന താരപരിവേഷം അതൊക്കെ ആളുകളെ നമുക്ക് സിനിമാ താരങ്ങളോടുള്ള ആകർഷണം പോലെ ഒരു ആകർഷണമാണ് പലരും അത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരു എഴുത്തുകാരനായ എനിക്കും MT വാസുദേവനെ പോലെ ആകാം, അല്ലെങ്കിൽ MT രത്നാകരനെ പോലെ ആകാം, അല്ലെങ്കിൽ ഗുരുതരെ പോലെ ആകാം എന്നൊക്കെയുള്ള ഈ താരപരിവേഷത്തിൽ കയറി ആകർഷിക്കുന്നുണ്ടാകും. പിന്നെ വേറെ പല പല കാര്യങ്ങൾ ഒരു സാഹിത്യകാരന് കിട്ടുന്ന അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ കണ്ട് ആകർഷിക്കപ്പെടുന്നവരുണ്ടാകും. ഞാനൊരു എഴുത്തുകാരനായിരുന്നെങ്കിൽ എനിക്ക് ആ പുരസ്കാരം കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പേരെങ്കിലും പത്രത്തിൻ്റെ 31-ാം പേജിൽ വരുമായിരുന്നു. ഈ തരത്തിലെല്ലാം ഉള്ള മോഹങ്ങൾ വർദ്ധിച്ചു വരുന്നത് ചെറുപ്പക്കാരുടെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാഹിത്യം ഈ തരത്തിൽ കെട്ടുപറഞ്ഞ് പോവുകയാണ് സാഹിത്യത്തിന് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയുടെ ഈ പുസ്തകം ഇതിൻ്റെ ഇടയിലൂടെയെല്ലാം ഒരു മൂറിങ് എന്നൊക്കെ പറഞ്ഞു ആങ്കറിൽ കപ്പലിൽ നങ്കൂരം വിടുന്നു എന്ന് പറയുന്നത് പോലെ ഒരു പ്രത്യേക വിഷയത്തിന് ഇത് അച്ചടിച്ചൊരു പുസ്തകമായി നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ അതൊരു ആ വിഷയത്തെ പറ്റിയുള്ള ഒരു നങ്കൂരം കൂടി നമ്മൾ സ്ഥാപിച്ചതുപോലെ ഒരു ഗുണമാണ് ഇത്തരം പുസ്തകം ഉണ്ടാകും. ഇതിൻ്റെ ഞാൻ ഇതിൽ കണ്ടത് വളരെ വിശദമായ ബിബ്ലിയോഗ്രാഫി നീണ്ട പല പല കാര്യങ്ങളെ പറ്റി, കഥയെ പറ്റി, എഴുത്തിനെ പറ്റിയൊക്കെ എനിക്ക് 10-40 പേരുകളും തന്നെ ബിബ്ലിയോഗ്രാഫി ഗ്രന്ഥസംഖ്യ. ഇതെല്ലാം ചെറുപ്പക്കാർക്ക് കഥയെപ്പറ്റി പഠിക്കുന്നവർക്ക് എല്ലാം എത്രമാത്രം ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് വളരെ അധികം യൂസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്രന്ഥസംഖ്യ. ഞാൻ ഇതിൻ്റെ ഏതൊരു പലപ്പോഴും പുത്രനായിട്ട് കാണുന്ന ഇംഗ്ലീഷിൽ ഞാൻ കണ്ടെത്തുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ ഇതിൽ ഏതൊരു പുസ്തകം ചെയ്യുന്നത് ഏതാണ്ട് 150-200 പേര് പുസ്തകത്തിൻ്റെ ടെക്സ്റ്റോടും ബാക്കി ഏതാണ്ട് 100 പേരും അതിൻ്റെ ബിബ്ലിയോഗ്രാഫിയാണ്. ഞാൻ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളൊന്നും ആയിരിക്കണമെന്നല്ല, പക്ഷെ ഇതെല്ലാം വായനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, എഴുത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, നമ്മളുടെ ബോധം വർദ്ധിപ്പിക്കുന്നു, നമ്മൾ കുറച്ചുകൂടി നല്ല മനുഷ്യരും പൗരന്മാരുമായി തീരുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ നമ്മൾ ഒരു വിഷയം നമുക്ക് കുറച്ചുകൂടി മറ്റൊന്നുമില്ലെങ്കിലും ജനാധിപത്യ ബോധമെങ്കിലും നമുക്കുണ്ടായിരുന്നു. സ്വേച്ഛാധിപത്യങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ, വർഗീയവാദങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ
ഇതൊക്കെയാണല്ലോ വാസ്തവത്തിൽ സാഹിത്യത്തെക്കാൾ കൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന്. കാരണം നമ്മുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക്, ഒരു സമൂഹം എന്ന നിലയ്ക്ക്, ഒരു സംസ്കാരം എന്ന നിലയ്ക്ക് നമ്മളുടെ അതിജീവനത്തിൻ്റെ പ്രശ്നത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാനുള്ളത്, ദൈവം മരിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ ഇന്ത്യയിൽ സാഹിത്യവും മറ്റും മരിച്ചേക്കാം. ഇതിനൊന്നും ഇനി വലിയ അർത്ഥമില്ല. നമ്മൾ ഇന്ത്യയായി തുടരുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലേക്കാണ് ഇതിൻ്റെ ഇന്ന് വേറെ ഒന്നിനും ഒരു പ്രാധാന്യം ഞാൻ കാണുന്നു. ഇന്ത്യയിലൂടെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ പോലും ഇനി എന്തിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത് എന്നുള്ളതാണ് വിഷയമൊക്കെയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഇനി മറ്റെന്തും ഏറ്റവും മനോഹരങ്ങളായ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് പോലും കാര്യമില്ല. അതിലും വലിയ ആപത്തുകളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്, ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ സുഹൃത്തിൻ്റെ പുസ്തകം വീണ്ടും പ്രയാസം